ഇത് റോയൽ എൻക്ലോഷർക്ക് പോകാനുള്ള മെയിൻ എൻട്രൻസിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് മോണോലിത്തിക് സ്റ്റോൺ ഡോർ എന്നാണ് പേര്. മുഴുവനും കല്ല് കുത്തിയിട്ടുള്ളതാണ് കേട്ടോ. ഒരൊറ്റ കല്ല് കുത്തിയിട്ടുള്ളതാണ് ഈ കാണുന്ന 2 ഡോറും. ഹംപിയിൽ അന്ന് ആനകളൊക്കെയാണ് ഈ ഡോറ് വലിച്ചിരുന്നാണ് പറയപ്പെട്ടിരുന്നത്. തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ട് ആനകളെ നിർത്തിയിരുന്നത്. ഇത് കണ്ടു തന്നെ അറിയാം, ഇത് മനുഷ്യന്മാരെ കൊണ്ട് തുറക്കാൻ പറ്റുന്ന ടൈപ്പ് ഡോറല്ല. തുറക്കാൻ പോയിട്ട് അനക്കാൻ പോലും പറ്റില്ല, അത്രയും സ്ട്രോങ് ആണ് ഈ വാതിൽ 2 ഇതിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ പഴയ മോഡൽ അമ്പലങ്ങളിൽ പോയി കാണും. ഇങ്ങനത്തെ മരത്തിൻ്റെ ഡിസൈനുള്ള ഡോറുകൾ കാണാൻ പറ്റും. ഇങ്ങനത്തെ കല്ലിൻ്റെ ഉള്ള ഡോറ് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ എവിടെ പോലും കാണാൻ പറ്റില്ല കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഡോറ്. ബാക്ക് സൈഡൊക്കെ കണ്ട ഫിനിഷിങ് കണ്ട അതിൻ്റെ ഓടാമ്പൽ ഇടാനുള്ള ഹോളടക്കം കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈസ് ഇപ്പോൾ കണ്ടാൽ മനസ്സിലായില്ല, ആൾ നടന്നു പോകുമ്പോൾ തന്നെ. സാധനം നല്ല സ്ട്രോങ് ആട്ടോ, കാരണം സംഭവം 100-500 വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോഴും വലിയ കേടുപാടൊന്നും ഇല്ല. ഇതിൻ്റെ സപ്പോർട്ടിങ്ങിനാണ് ഈ 2 സൈഡ് ഇങ്ങനെ കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ, ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. ആ കാണാനാണ് മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോണ അങ്ങടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചന്ദ്രശേഖര ടെമ്പിൾ, ഒക്ടോജൽ വാട്ടർ പവലൻ, സരസ്വതി ടെമ്പിൾ ഈ 3 സ്പോട്ടുകളാണ് കാട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം നല്ല കാലാവസ്ഥയായ കാരണം ഉച്ച സമയമായിട്ട് പ്രത്യേകിച്ച് വലിയ ചൂടൊന്നും എടുക്കണില്ല, തണുപ്പന്നെയാണ് അവിടെ മുഴുവൻ എടുക്കുന്നത്. പിന്നെ ഞാൻ വന്ന റൂട്ട് ഈ കാണണം കേട്ടോ, അവിടെ തന്നെ ചെറിയ ചെറിയ എൻട്രൻസുകളുണ്ട്. ഇപ്പോൾ ഇത് അവിടെ നോക്കിയാൽ കാണാം, പണ്ട് പാറ പൊട്ടിച്ചെന്നൊരു മെത്തേഡാണ് കാണുക കേട്ടോ. അതിൻ്റെ പകുതി ഭാഗവും ഇവരെന്തോ മെഷീൻ വെച്ചിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് കാണാം, ഇതൊരു അന്നത്തെ കാലത്തെ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പാണിത്. പിന്നെ ഇതിൻ്റെ ഈ മതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ മനസ്സിലാവും, കല്ലിൻ്റെ മുകളിൽ കല്ല് കയറ്റി വെച്ചിട്ടാണ് ഫുള്ള് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഹൈറ്റ് കണ്ടിട്ട് മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ കാട്ടിയ സ്റ്റോൺ ഡോറ് ഫസ്റ്റ് ഒരു ഇതാട്ട എൻട്രൻസ് ആണ്. അതുപോലെ സെക്കൻഡ് എൻട്രൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളത്. ആ സ്പോട്ടാണ് ഇപ്പോൾ ഈ നിൽക്കണ 2 പേര് നിൽക്കണില്ല അവിടെ. പിന്നെ ഈ കാണുന്നത് അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ല, പാറ പൊട്ടിക്കണതിൻ്റെ മെത്തേഡുകളാണ് കൂടുതലും യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ എന്തൊരു ടെക്നോളജിയാണിത്. അപ്പോൾ അന്ന് യൂസ് ചെയ്തതിൻ്റെ ഒരു മെഷീൻ പോലത്തെ ഒരു സംഭവം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ റോയൽ എൻക്ലോഷറിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ്. കിടക്കുന്നിടത്ത് തന്നെ ഒരു ആനയുടെ ചെറിയൊരു പ്രതിമ കാണാം, കല്ലുണ്ടാക്കിയത്. ഇതിൻ്റെ തുമ്പിക്കൈ എങ്ങനെയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ വെട്ടിയൊന്നും മുറിയില്ല, ഫുള്ള് സ്ട്രോങ് ആയിട്ടുള്ള കല്ലാണ്. ഇത് കുറേ ടൈം എടുത്ത് വെട്ടി കളഞ്ഞിട്ട് തോന്നുന്നു കണ്ടിട്ട്. ഫസ്റ്റ് തന്നെ കിടക്കുമ്പോൾ കാണാൻ പറ്റുന്നത് മഹാനവമി ദിബ്ബ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ആട്ടോ, അതാണ് ഈ കാണുന്നത്. ഈ മഹാനവമി ദിബ്ബയുടെ ഈ താഴെയുള്ള ബേസ്മെൻറ്റ് കെട്ടിയിട്ടുള്ളത് സംഗമ ഡൈനസ്റ്റിയുള്ള ദേവരായ 1 കേട്ടോ. ഈ കാണുന്ന സംഭവങ്ങൾ ചുറ്റും റോയൽ എൻക്ലോഷറിൻ്റെ ഭാഗങ്ങൾ കേട്ടോ, അറ്റം വരെ. ഇവിടെ ടോട്ടലി 45 ബിൽഡിങ്സ് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയണത്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ദേവരായ 2 കെട്ടിയിട്ടുള്ളത്. 2 പേരും 2 ആൾക്കാരാട്ടോ. ദേവരായ 2 പേര് നല്ല ലെങ്ത്തുള്ള പേരാണ്, അതാണ് ദേവരായ 2 ചുരുക്കി പറഞ്ഞേക്കുന്നത്. ഈ കാണുന്ന ബ്ലാക്ക് സ്റ്റോണിൽ കെട്ടിയിട്ടുള്ള മുകളിലത്തെ കെട്ടിയിട്ടുള്ളതൊക്കെ ശ്രീകൃഷ്ണദേവരായ ആണ്. ഈ 3 പേര് 3 ആളുകളാട്ടാ, പല ആളുകളും വിചാരിച്ചത് ഒരാളാന്നാ. മൈസൂർ ദസറ ആഘോഷിക്കണ പോലെ വിജയനഗര കിങ്സാണ് ദസറ ബസ്സിലൊക്കെ തുറക്കം കുറിച്ചുള്ളത് 500 വർഷം മുമ്പ് തന്നെ. അപ്പോൾ ഇതിന് ഇവിടെ കീഴിലുള്ള പല സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഫുള്ള് വരെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് ആ ഭാഗത്തുള്ള സാമന്ത രാജാക്കന്മാർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മധുര നായിക്സ്, തഞ്ചാവൂർ നായിക്സ്, ഗിഞ്ചി നായിക്സ്, കേരളത്തിൽ നിന്നാണെങ്കിൽ സാമൂതിരി, പിന്നെ വോഡയാർ കിങ്സ്, ഇവരൊക്കെ വിജയനഗരത്തിന് കീഴിലുണ്ടായിരുന്നു, കപ്പം കിട്ടിയിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഓരോ വർഷവും വന്നിട്ട് ഇവരെ ഡൊണേഷൻസ് കൊടുക്കാനും പിന്നെ അന്ന് ഇവിടെ വരുന്നവരൊക്കെ ഫെസ്റ്റിവലിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്ന ബിൽഡിങ്സ് മിക്കതും. ഇതിൽ ഫുള്ളും തകർന്നു പോയിട്ടുള്ളതാണ്. ഇവിടെ തന്നെ 3-4 കുളങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ, ഞാൻ കയറാണ്ട് സ്റ്റെപ്സ്. ഇത് ഫുള്ള് ഗ്രാനൈറ്റ് കല്ല് പതിപ്പിച്ചിട്ടുള്ള കേട്ടോ. ഈ ബ്ലാക്ക് സ്റ്റോണൊക്കെ ശ്രീകൃഷ്ണദേവരായയുടെ കാലത്താണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഏറ്റവും മുകളിൽ എത്തിയിട്ടാ.
ഇവിടെ നിന്ന് നോക്കി തന്നെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. പക്ഷെ ഇതൊരു വെറും പ്ലാറ്റ്ഫോം മാത്രമാണ്. ഇതിൻ്റെ മുകളിൽ ഇനിയും ബിൽഡിങ്സ് ഉണ്ടായിരുന്നതാണ് അന്ന് ഹംപി വിസിറ്റ് ചെയ്ത ഫോറിനേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ 24 തൂണുകളുണ്ട് കേട്ടോ. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇത് മൊത്തം ബാമിനി സുൽത്താനേറ്റ്സൊക്കെ സമയമെടുത്ത് നശിപ്പിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. 6 മാസക്കാലം അവർ ഹംപിയിലുണ്ടായിരുന്നു. ആ ഹംപി ഫുള്ള് കത്തിച്ച് വെണ്ണീറാക്കി വിട്ടിട്ടാണ് അവർ പോയിട്ടുള്ളത്. എന്നിട്ടുള്ള ബാക്കി അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ടാണ് മറ്റേ ആനന്ദ സിനിമയിലൊക്കെ അവർ ആ ഡ്രമ്മ് കൊട്ടിയിട്ട് ക്ലൂ കൊടുക്കണതിൻ്റെ സീനൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മുകളിൽ കയറിയ പോലെ താഴത്തേക്ക് ഇറങ്ങാൻ 2 വഴികളുണ്ട് കേട്ടോ അടിയിലായിട്ട്. അതാണ് എളുപ്പമായിട്ട് കയറി വരാൻ പറ്റിയ സ്പോട്ട്. ഇവിടേക്ക് മെയിനായിട്ട് വെള്ളം വന്നിരുന്നൊരു കനാലാണ് കാണുന്നത്. ഇവിടുന്ന് കമലാപൂർ ലേക്ക് വന്നിട്ട് തടാകമുണ്ട്. അത് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 2 കിലോമീറ്ററോളം നീളമുണ്ട് ഈ കനാലിന്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഫുൾ നശിച്ചിട്ട് ഈ ഭാഗത്ത് മാത്രമേ ഈ കനാലുള്ളൂ. അതുപോലെ ഹംപിക്ക് വരുന്ന പല സ്പോട്ടിലേക്കും ഓരോരോ കനാലുണ്ടാവും. ഒന്നില്ലെങ്കിൽ കല്ലിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ആയിട്ട്. ഇതിൻ്റെ താഴെയൊക്കെ ടൈലിട്ട പോലെയാണ് കല്ലുകൊണ്ട് പാകി വെച്ചിട്ടുള്ളത്. ഇത് ചുറ്റും അന്ന് ഈ ദർബാർ ഹാള് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്ന ബിൽഡിങ്സിൻ്റെ ഒക്കെ ബേസ്മെൻറ്റ്സ് കേട്ടോ. പിന്നെ അവിടെ ചെറിയൊരു കുളമൊക്കെ കാണാൻ പറ്റും. ഇവിടെ തന്നെ ടോട്ടൽ 3-4 കുളങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഈ ഉച്ച സമയമായിട്ടും പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ മാർച്ച് മാസമൊക്കെ ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഉച്ച സമയത്തൊന്നും 9 മണിയാകുമ്പോൾ നല്ല ചൂടുണ്ടാവും. ഇവിടെ താഴത്ത് ഇറങ്ങിയാൽ ഇനി ബാക്കി സംഭവങ്ങളൊക്കെ കാണിക്കാം. ഇവിടെ ഈ താഴത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് കുറേ ഡാൻസേഴ്സ്, പിന്നെ ആന, പിന്നെ കുറേ സംഗീത ഉപകരണത്തും വായിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ അന്നത്തെ കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഓരോ ഫെസ്റ്റിവലിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ, ദസറയുടെ. പിന്നെ ഈ കാണുന്നത് മഹാനവമി ദിബ്ബയുടെ ബാക്ക് സൈഡ് കേട്ടോ. പിന്നെ ഞാൻ ബാക്ക് സൈഡിൽ വന്ന് നിൽക്കുന്നത്. ഫ്രണ്ട് വഴി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. 2 വഴി കയറാൻ പറ്റുള്ളൂ, ബാക്ക് സൈഡ് വഴി ഫ്രണ്ട് വഴി. ഫ്രണ്ട് വഴി കയറുമ്പോഴാണ് ഒരു ഫീല് കിട്ടുള്ളൂ. അതാണ് ഫ്രണ്ടിൽ കൂടെ കയറിയത്. പിന്നെ ഇവിടെ തന്നെ ഓരോ ആനേനൊക്കെ ഒത്തിവെച്ചിട്ട് കാണാനൊക്കെ പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ പുഷ്കരിണിയുള്ള സൈഡാണ്. ആ കാണാൻ കനാലിൻ്റെ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് സ്റ്റെപ്പ് ഡാമുള്ളത്. അപ്പോൾ ആ കാണുന്ന അഭ്യാസമൊന്നും കാണിക്കാണ്ടിരിക്കുക കേട്ടോ. കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞു. പിന്നെ ഈ മതിലിൻ്റെ മുകളിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ളത് അന്നത്തെ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നൊരു സംഭവങ്ങളൊക്കെ കേട്ടോ. ആന, കുതിര, ഒട്ടകമൊക്കെ ഒന്ന് ഹംപിയിലുണ്ടായിരുന്നു. പിന്നെ ഇതിമ്പോൾ ഓരോ വെറൈറ്റി കൊത്തുപണികളൊക്കെ ഉണ്ട്. ഒന്നും മനസ്സിലാവില്ല കണ്ടു കഴിഞ്ഞാൽ. ഒരു ഗൈഡായിട്ട് വരികയാണെങ്കിൽ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഫോറിൻ ട്രേഡറാണ്. അതിൻ്റെ അടുത്തൊരു യാളീനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് ഫുൾ ഇതുപോലത്തുള്ള കൊത്തുപണികളാണല്ലോ കേട്ടോ. ട്രേഡേഴ്സ്, അതുപോലെ ആനേനെ അമ്പ ചെയ്യണത്, പിന്നെ കുതിര, പിന്നെ നൃത്തം ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ കൊത്തുപണികളാണ് ഇത് ഫുള്ളും. ഇത് മുഴുവനും നോക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. പിന്നെ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ആയിട്ടൊരു കാർവിങ് കാണാൻ പറ്റും കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ആംബുലൻസിൻ്റെ മുകളിലേക്കുള്ള എംബ്ലല്ലേ പ്ലസ്, അതുപോലെ ഉണ്ട് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ അടുത്തൊരു മരമുണ്ട്. ഇതെന്താ ആയുർവേദത്തിൻ്റെ എന്താ ചിഹ്നം തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അന്നത്തെ കാലത്തെ ഹോസ്പിറ്റലിൻ്റെ ഒരു എംപ്ലോയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഈ വിജയനഗര സാമ്രാജ്യത്തിലേക്കുള്ള മെയിനായിട്ടുള്ള കുതിരകളൊക്കെ ഇമ്പോർട്ട് ചെയ്തിരുന്നു ഈ അറേബ്യൻ രാജ്യങ്ങളായ പേർഷ്യ, അവിടെ നിന്നൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത് കേട്ടോ. ഇവിടെയുള്ള കുതിര വ്യാപാരികളുടെയൊക്കെ തലയുടെ മുകളിലൊരു പേർഷ്യൻ ലുക്കൊക്കെ കാണാൻ പറ്റും തൊപ്പി വെച്ചിട്ട്. ഇതാണ് മഹാനവമി ദിബ്ബയുടെ ഫ്രണ്ട് വ്യൂ കേട്ടോ. അതിന് ചേർന്ന് ഒരു കുളം കാണാൻ പറ്റും. ഈ കുളത്തേക്ക് വരുന്ന വെള്ളം അടിയിൽ ഒരു പൈപ്പ് ഉണ്ട്, മണ്ണുകൊണ്ട് തന്നെ ഉണ്ടാകും. കല്ലുകൊണ്ടുള്ള ആ പൈപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇത് ആ കനാലിൽ നിന്നാണ് ഇങ്ങനെ ഓരോ പൈപ്പിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വെള്ളം വരുന്നത്. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ സിസ്റ്റം കേട്ടോ.
ഇപ്പോൾ എനിക്ക് വെള്ളമൊന്നും വരുന്നില്ല, കനാല് നശിച്ച കാരണം. ഇവിടെ ഇതുപോലെ 4 കുളങ്ങളുണ്ട് കേട്ടോ ഈ റോയൽ എൻക്ലൂഷൻ്റെ ഉള്ളിൽ മാത്രമായിട്ട്. ഇത് രണ്ടാമത്തെ കുളമാണ് കാണുന്നത്. ഇവിടെ അന്നത്തെ കാലത്ത് 1 ലക്ഷത്തിന് മേലെ ആളുകൾ വിജയനഗര ഹംപിയിലുണ്ടായിരുന്നാണ് ഇവിടെ വന്നിട്ടുള്ള ഫോറിനേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് മുഴുവനും ഗ്രാനൈറ്റും പിന്നെ വേറെ കല്ലുകളൊക്കെ ചേർത്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചെറിയൊരു കുളമാണ്, വലിയ ആഴമൊന്നുമില്ല. അതിനടുത്ത് തന്നെ ആയിട്ടൊരു സ്ക്വയറിലൊരു സംഭവം കാണാം. ഇതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തുള്ളത് കേട്ടോ, അത് പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 500 വർഷം കഴിഞ്ഞിട്ടും ഇതിനൊരു ലീക്കേജ് ഒന്നും ഇല്ല കേട്ടോ. ഇത് അന്നത്തെ കാലത്ത് വെള്ളം മഴക്കാലത്ത് സ്റ്റോറേജ് ചെയ്യാൻ വയ്ക്കുന്ന സ്റ്റോറേജാണിത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിന് വലിയ കേടുപാടൊന്നും ഇല്ല. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ രണ്ടാമത്തെ കുളമുള്ളത്, ചെറുത്. അതിനപ്പുറത്താണ് വലിയ പുഷ്കരിണിയുള്ള 3ാമത്തെ സംഭവം. എന്തായാലും അടിപൊളിയുണ്ട്. ഇതാരും ശ്രദ്ധിക്കാറൊന്നുമില്ല ഈ കാണുന്ന ചെറിയ കുളങ്ങളൊന്നും. മെയിനായിട്ട് ആ മഹാനവമി ദിബ്ബ, പിന്നെ ഈ പുഷ്കരിണി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കനാലിൽ നിന്നാണ് മെയിനായിട്ട് ഇവിടേക്കുള്ള വെള്ളങ്ങളൊക്കെ വന്നേന്ന് കേട്ടോ. ഈ കനാല് കണക്ട് ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഓരോ കുളങ്ങൾക്കും ഒക്കെ വെള്ളം എത്തിയിരുന്നത്. ഈ കനാലിന് ഏകദേശം 2.5 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് പുഷ്കരിണി. ഇവിടേക്കുള്ള വെള്ളം വരുന്നതും ഈ കനാലിൽ തന്നെയാണ്. ഇതിലേക്ക് ഞാൻ ആകെ ഒരു വട്ടം ഇറങ്ങിയിട്ടുള്ളൂ, 2015 ഇറങ്ങിയിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ഇതിൽ ആരും ഇറക്കിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഈ സൈഡിലും അടിയിലൊക്കെ ഓരോരുത്തർ കുത്തി കോറിയിട്ടൊക്കെ വയ്ക്കും. പിന്നെ പ്ലാസ്റ്റിക് ഇടലൊക്കെ ആയ കാരണം ഇതിലേക്കിപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുന്നവരെ മാത്രമേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാറുള്ളൂ. ഇതിൻ്റെ അടി വരെ ഫുള്ള് സ്റ്റെപ്പാട്ടോ. അടി വരെ ഫുള്ള് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. വെള്ളം നല്ല തണുത്ത വെള്ളമാണ്. ഞാൻ ഒരു വട്ടം ഇറങ്ങിയിൽ വെള്ളമൊക്കെ തൊട്ട് നോക്കിയിട്ടുണ്ട്. ആ കനാലിൽ നിന്നാണ് വെള്ളം ഇതിലേക്ക് എത്തണത്. ഈ 1984 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഒരു കുളമുള്ള കമ്പം ഫുള്ളായിട്ട് കുഴിച്ച് നോക്കുന്നത്. അതിന് അവർക്കുള്ളൊരു ക്ലൂ കിട്ടണത് തന്നെ ഈ കനാലുള്ള കാരനാണ് ഇവിടെ കുളം ഉണ്ടാകുന്ന ഒരു ഹിൻഡ് കിട്ടുന്നത്. ഇത് ഫുള്ള് മൂടിയിട്ടൊക്കെയായിരുന്നു കേട്ടോ ബിജാപ്പൂർ സുൽത്താൻസ്. ഞാൻ പറഞ്ഞില്ല 6 മാസക്കാലം ഹംപിയിൽ അവർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ഇത് ഫുള്ള് മണ്ണിൽ മൂട്ടേ കിടക്കുന്നത്. ഇതിൻ്റെ ആ പഴയ ഫോട്ടോസ് ഇവിടെ ഹംപി മ്യൂസിയം ഉണ്ട് കമലാപുരം, അവിടെ പോയാൽ കാണാൻ പറ്റും. 2015 ഞാൻ ഇതിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫുള്ള് ആരും ഇറക്കില്ല എന്നൊരു നിയമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് നശിപ്പിക്കണ കാരണം, ഓരോന്ന് കുത്തി കോറിട്ട് വരയ്ക്കണ കാരണം. പിന്നെ ഇതിന് ഈ വെള്ളം വരുന്നതാണ് ഈ കാണുന്ന കനാൽ കേട്ടോ. ഇവിടെ നിന്നാണ് കണക്ട് ചെയ്ത് വെള്ളം ഈ പുഷ്കരിണിക്ക് എത്തിയിരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ആയിട്ടൊരു ചെറിയൊരു ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പം അതിൻ്റെ ബേസ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. നൈസായിട്ട് മഴ പെയ്യുന്നു ചെറുതായിട്ട്. ഇതിപ്പോൾ ഈ മഴ പെയ്തിട്ടുള്ള വെള്ളമാണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ. ഈ കനാലിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഫുള്ളായിട്ടുള്ള ഭാഗത്ത് നശിച്ചു പോയിക്കാണ്. ഇത് ആ പുഷ്കരിയുടെ ഓപ്പോസിറ്റുള്ള അമ്പലമാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഗർഭഗൃഹമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങളൊന്നുമില്ല. ഇവിടെയുള്ള ഏത് കുളത്തിൻ്റെ നോക്കിയാലും ആ കുളത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ടെമ്പിൾ എന്തായാലും ഉണ്ടാവും. ഇത് ഫുള്ളായിട്ട് നശിപ്പിച്ച് വിട്ടേക്കാണ് കാണുന്നത് കേട്ടോ. ഈ കാണുന്ന കുളം. ഇത് കുളത്തിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണദേവരായാണ് ഈ കുളം കെട്ടിയിട്ടുള്ളത് കേട്ടോ, ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട്. ഇത് ഫുള്ള് ബ്ലാക്ക് സ്റ്റോണിൽ പതിപ്പിച്ചിട്ടാണ് ഈ കുളം. ഇനി ഈ കനാല് ചുറ്റിയിട്ട് പോവുകയാണെങ്കിൽ വേറെ കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട്. ഈ റൂട്ട് പോവുകയാണെങ്കിൽ സ്റ്റോണിൻ്റെ പ്ലേറ്റുകളാണ് ഈ സൈഡിൽ ഇടുന്നത് കേട്ടോ. കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റുകൾ. ഇതിങ്ങനെ അടിക്കുമ്പോൾ തന്നെ വെറൈറ്റി സൗണ്ടുകളാണ് ഓരോ പ്ലേറ്റിൻ്റെ മുകളിൽ തട്ടുമ്പോൾ കേൾക്കണത്. പിന്നെ ഈ കാണുന്നൊക്കെ ഇവിടെ തന്നെ എടുക്കണാവില്ല കേട്ടോ. ഇതിൻ്റെ ഈ കനാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മെയിൻ റോഡുണ്ട്. ആ സൈഡായിട്ട് ഭോജനശാല പറഞ്ഞ സംഭവമുണ്ട്. ഈ ഫുഡ് അന്ന് കൊടുത്തിരുന്നൊരു സ്പോട്ട്. അപ്പോൾ അവിടുത്തെ പ്ലേറ്റുകളാണ് ചാൻസ്. വെള്ളം പോകാനുള്ള ഓരോ ഹോളുകളുണ്ട് കേട്ടോ, വേറെ പൈപ്പിൽ കണക്ട് ചെയ്യാനായിട്ട്. അത് അടയ്ക്കാനുള്ള ഹോളുണ്ട് വേറെ. ഈ കനാല് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 4 കുളങ്ങൾക്കും കണക്ട് ആയിട്ടാണ് ഈ കനാലുകളുള്ളത്. ഇത് കല്ലിൻ്റെ കനാലുണ്ട്, അതുപോലെ ഭൂമിയുടെ അടിയിലായിട്ട് ചില മണ്ണിൻ്റെ ടൈപ്പ് കനാലുകളുണ്ട്. ഈ ഫോണിൻ്റെ ക്ലാരിറ്റി സൂം ചെയ്ത കുറവായ കാരണം ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റാത്തത്. ഇനി ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് അണ്ടർഗ്രൗണ്ട് ചേമ്പർ. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോണത്. അതിൻ്റെ അടുത്തുള്ളതാണ് ഈ ആന. ഇപ്പം മഹാനവമി ദിബ്ബയാണ് കാണുന്നത്. ഇതാണ് അണ്ടർഗ്രൗണ്ട് സീക്രട്ട് ചേമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സീക്രട്ട് ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാ. ഇതിൻ്റെ അടിഭാഗം ഫുള്ള് ബ്ലാക്ക് സ്റ്റോണിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അന്നത്തെ കാലത്ത് രാജാക്കന്മാരും മന്ത്രിമാരും കൂടിയിട്ട് എന്തെങ്കിലും രഹസ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക.
ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങാത്ത വേറെ ഒന്നല്ല, ഒരു ഭയങ്കര സൗണ്ടുകളുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് ഇറങ്ങാത്ത. അപ്പോൾ ഒരാളെ കൂട്ടിന് വിളിച്ചാണ് ഞാൻ. അപ്പോൾ ആളാണ് ഫ്രണ്ടിൽ നടക്കുന്നത്. ഇത് ഫുള്ള് ബ്ലാക്ക് സ്റ്റോണിൽ പണിതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഒരു എയർ കണ്ടീഷൻ ഇരിക്കുന്ന പോലെ കേട്ടോ, AC ഇരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഫുള്ള്. അല്ല, ഇപ്പോൾ ഡിസംബർ മാസം ആയാലും ഇവിടെ ഏത് മാസത്തിൽ വന്നാലും ഈ കണ്ടീഷനാണ് ഉണ്ടാവുക കേട്ടോ. ചൂടുകാലത്ത് വന്നാലും ഈ കാണുന്ന മതിലുകൾ മുകളിൽ കെട്ടിയിട്ടുള്ള ആളുകൾ ഇതിന് താഴേക്ക് വിടായിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് കെട്ടിയിട്ടുള്ളത്. മുകളിൽ ഈ കാണുന്ന മതിലുകൾ ചെറുതായിട്ട് കല്ലുകൊണ്ട്. ഇതിൻ്റെ മുകളിലിട്ടൊരു റൂഫ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ താഴെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല അന്നത്തെ കാലത്ത്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ലൈറ്റിന് വേണ്ടിയിട്ട് ഈ വലിയ മറ്റേ വിളക്കുകളും മറ്റേ പന്തം കത്തിച്ചിട്ടൊക്കെയാണ് ഇവിടെ വെച്ചിരുന്നത്. നമ്മൾ പഴയ സിനിമയിൽ കാണില്ലേ, ഗുഹയ്ക്ക് പോകുമ്പോൾ അതുപോലെയാണ് സെറ്റപ്പ് ഉണ്ടായിരുന്നത്. വലിയ പേടിക്കാനുള്ള സംഭവമൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല, എന്നാലും ചെറിയൊരു പേടി. ഇവിടെ എന്ന് വരുമ്പോഴും ചെറിയൊരു പേടി ഉണ്ടാവും ഉള്ളിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത്ര നേരം ഫുള്ളൊരു AC റൂമിലുള്ള പോലത്തെ ഒരു ഫീൽ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഈ ചേമ്പറും ഫുള്ള് മണ്ണിൽ മൂടി കിടന്നു കേട്ടോ. 1984 ഇതൊക്കെ ഫുള്ള് തോണ്ടി പുറത്തെടുത്തുള്ളത്. അതിന് ശേഷമാണ് ഈ കല്ലുകൊണ്ടുള്ള മതിലുകൾ കെട്ടി വെച്ചിട്ടുള്ളത്, ആളുകൾ താഴെ വിളയിരിക്കാൻ വേണ്ടിയിട്ട്. അതിനോട് ചേർന്ന് ഈ കാണുന്നതാണ് സ്റ്റെപ്പായിട്ട് കാണുന്നത്. ദർബാർ ഹാൾ എന്ന് പറയും. ദർബാർ ഹാളിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്, ഈ സ്റ്റെപ്പിൽ കയറുന്നത്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ചുറ്റി വളഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. തന്നെ ഏകദേശം കുറേ സമയം എടുത്തിട്ട് ഞങ്ങളുടെ എത്താനായിട്ട്. സൂര്യയും പിന്നെ തൃശ്ശ അഭിനയിച്ചൊരു സിനിമയുണ്ട്, മൗനം പേശിയത്. അതിൽ ഓസഗി എന്നൊരു സോങ് ഉണ്ട്. ആ സോങ്ങിലാണ് ഇതിൻ്റെ മുകളിൽ സൂര്യ ഓടി കയറുന്നതും തൃശ്ശ അതിൻ്റെ പിന്നാലെ ഓടി കയറുന്നൊരു സീനുണ്ട്. ആ സോങ് ഫുള്ള് ഹംപിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ആ സോങ് ഒന്ന് കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അന്നത്തെ അത് കുറച്ചും കൂടി പഴക്കമുള്ള സിനിമയാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കണത് ദർബാർ ഹാളിൻ്റെ ഒരു പോർഷനിലാണ് നിൽക്കണം കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഈ മഹാനവമി ദിബ്ബ, പുഷ്കരണി, സീക്രട്ട് ചേമ്പർ ഫുള്ള് കാണാൻ പറ്റും. ഈ സൈഡൊന്നും ഞാൻ പോയിട്ടില്ല. അവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല, ഫുള്ള് നശിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ നോക്കി കണ്ടിരിക്കണം. ഒന്ന് കാല് തെറ്റിപ്പോയാൽ പിന്നെ പറയണ്ട. ഇപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു അഭ്യാസങ്ങളൊന്നും കാണിക്കണില്ല. പിന്നെ ഈ സ്പോട്ട് മെയിനായിട്ട് അന്ന് യൂസ് ചെയ്തിരുന്ന ഈ സ്റ്റെപ്പുകൾ ഒന്ന് ഈ ഷോപ്പിംഗ് മാളിലേക്ക് പോയി കാണില്ലേ, ഗ്രൗണ്ട് ഫ്ലോർ പോലെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അതിൻ്റെ സൈഡിൽ വേറൊരു ബിൽഡിംഗ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ കയറിയ സ്പോട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഇതാണ് ദർബാർ ഹാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഇത് മഹാനവമി ദിബ്ബേർന്ന് എക്സിറ്റ് ആവാനുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. വേറൊരു എൻട്രൻസ് ആണ് ആ നേരെ കാണുന്നത്. ഞാൻ അവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ വന്ന റൂട്ട് ആ അറ്റത്തു നിന്നാണ് വന്നത്. ഇത് ഫുള്ള് സമയം എടുത്ത് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും മുഴുവനായിട്ട് കണ്ടൊന്നും മനസ്സിലാവില്ല. ഇത് വേറൊരു എൻട്രൻസ് ആണ് കേട്ടോ. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റ് പോവുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, പിന്നെ വരെ പഴയ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതും വേറൊരു എൻട്രൻസ് ആണ് കാണുന്നത് കേട്ടോ. ആ വഴിയല്ല ഞാൻ വന്നത്. അവിടെ സെൽഫി എടുത്ത് കളിക്കുന്നുണ്ട് അവർ. അപ്പോൾ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയ കാരണം ഇവിടെ വലിയ ചൂടൊന്നും എടുക്കണില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഓരോ പാത്രങ്ങൾ കാണട്ടോ, വെള്ളം സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. റോയൽ എൻക്ലൂഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പുറത്തേക്ക് ഇറങ്ങി ഒരു സ്പോട്ട് കാണാൻ പറ്റും. ഇതൊരു റോക്ക് കട്ടിങ് മെഷീനാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ ഓരോ മെഷീൻ വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്തുണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ദൈവത്തിന് തന്നെ അറിയാൻ പറ്റില്ല. പിന്നെ അവർക്കും ഇത് ഫുള്ള് നശിപ്പിച്ച് കളഞ്ഞ ബാമിനി സുൽത്താനേറ്റ് പറഞ്ഞ വലിയ മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്ന് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടെക്നോളജി തന്നെ അവർ യൂസ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ അത്രയും ഭംഗിയാക്കി നടത്തായിരുന്നു എന്നാണ് ഞാൻ പറയുക. വീഡിയോ മുഴുവൻ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.